കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് അടുത്തതായിട്ട് കടന്നു വരുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സ്ഥിരമായി കാണപ്പെടുന്ന വലിയ ഒരു തിരക്കും ബഹളവും പ്രശ്നങ്ങളുണ്ട്. അത്യാഹിത വിഭാഗത്തിന്റെ ജനറൽ ഹോസ്പിറ്റലിന്റെ തെക്കുവശത്തുള്ള മെയിൻ ഗേറ്റല്ല, അത്യാഹിത വിഭാഗത്തിന് മുമ്പിലുള്ള ഗേറ്റിൽ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ 2-3 ആംബുലൻസുകൾ സ്ഥിരമുണ്ട്. ആ റോഡിനോട് ചേർന്ന് തന്നെ കുറേ ടാക്സി കാറുകൾ നിരത്തിയിട്ടുണ്ടാവും. ഒത്തിരി ഓട്ടോറിക്ഷകൾ അതിന് പരിസരത്തുണ്ടാവും. ഇത് സാധാരണ ഒരു ഹെവി ബസ് റൂട്ടും കൂടിയാണ്. നമ്മുടെ പാർക്ക് അവന്യൂവിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി ചോറ്റാനിക്കര ഏരിയയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും വരുന്നതുമാണ്. ഈ പരിസരത്തെത്തുമ്പോൾ സ്ഥിരമായ ബ്ലോക്ക് അനുഭവപ്പെടും. ആംബുലൻസുകൾ ഇങ്ങനെ കുത്തിത്തിരികി, ടാക്സികളെല്ലാം ഓട്ടോറിക്ഷകളെല്ലാം കുത്തിത്തിരികി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ രോഗികളെയും കൊണ്ട് വന്ന ജനങ്ങളും ആകെ നടപ്പാതയിലൂടെ നടക്കാൻ ഒരു നിർവാഹമില്ല. അവിടെ മൊത്തം പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ നേരെ തെക്കുവശത്തേക്ക് നോക്കി നമുക്ക് അവിടെ അറിയാൻ പറ്റും. മഹാരാജാസ് കോളേജിന്റെ സെൻട്രൽ ലൈബ്രറിക്ക് വടക്കുവശം ഒരു ഇഷ്ടംപോലെ സ്പേസ് അവിടെ ഫ്രീ ആയി കിടക്കും. അവിടെ കുറെ തടികൾ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലം. മഹാരാജാസ് കോളേജിന്റെ ലൈബ്രറിയുടെ സ്ഥലം എടുക്കണം എന്ന് പറയില്ല. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ജനറൽ ഹോസ്പിറ്റൽ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഏരിയയുടെ തിരക്കൊന്ന് കുറയ്ക്കാനും അവിടെ ഒരു റിലാക്സേഷൻ കൊടുക്കാനും ഈ സെൻട്രൽ ലൈബ്രറിയുടെ വടക്കുവശത്തായി കിടക്കുന്ന ഫ്രീ സ്പേസിൽ ഒരു 30 മീറ്റർ നീളത്തിലും ഒരു 10-15 മീറ്റർ വീതിയിലുമുള്ള ഒരു കട്ടിംഗ് കൊടുത്ത് ആ സ്പേസ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന ആംബുലൻസുകൾക്കും ടാക്സികൾക്കും ഓട്ടോകൾക്കും അവിടെ ഒന്ന് പാർക്ക് ചെയ്യാനും അവർക്ക് ഉപയോഗത്തിന് ശേഷം അവിടെ നിന്ന് കൊണ്ടുപോകാനും, ജനറൽ ഹോസ്പിറ്റലിന് അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമില്ല, അത്രയും കൺജസ്റ്റഡ് ഏരിയയാണ്. ഈ ഒരു പ്രദേശം ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുമെങ്കിൽ നേട്ടം എറണാകുളം സിറ്റിയിലെ ആ ജനറൽ ഹോസ്പിറ്റലിൽ പരിസരത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്ന ഒരു സ്വപ്നം ഈ അവസരത്തിൽ എല്ലാ ബന്ധപ്പെട്ടവരുടെയും മുമ്പിൽ സമർപ്പിക്കും.